ഗ്യാസില്ല, കറിക്ക് വെക്കാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ വായോ നമുക്ക് അടിപൊളി മാങ്ങാപ്പരക്ക് ഉണ്ടാക്കാം. ഞാൻ അതിന് വേണ്ടി 4 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വെച്ച മാങ്ങയാണ് എടുത്തത്. അതിൻ്റെ തൊലി നന്നായിട്ട് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ പാകത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് നന്നായിട്ട് എല്ലാ മാങ്ങയിലേക്കും ആകുന്ന തരത്തിൽ നമ്മൾ അതിനെ ഒന്ന് പുരട്ടി കൊടുക്കുക. അതിന് ആവശ്യത്തിന് ഉപ്പ് പുരട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിലേക്ക് നമ്മളൊരു തേങ്ങ എടുക്കുക. തേങ്ങ ചിരകി എടുത്തതിന് ശേഷം വറ്റൽമുളക് എടുത്ത് ആ വറ്റൽമുളക് നന്നായിട്ട് ചുട്ടെടുത്തിട്ട് നമ്മൾ അരക്കുന്ന തേങ്ങക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ അരപ്പ് കഴിക്കാനും ഒരു രസം ഉണ്ടാവും. സാധാരണ പച്ചമുളകാണ് നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും ഈ ചുട്ടെടുത്ത വറ്റൽമുളകിന് പകരമായിട്ട് പച്ചമുളക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുട്ടെടുത്ത വറ്റൽമുളകാണ്. അത് ഒന്ന് നന്നായിട്ട് അരക്കണം. നന്നായിട്ട് അരച്ചതിന് ശേഷം അത് എടുത്ത് മാറ്റി അതിലേക്ക് നമ്മൾ കുറച്ച് എന്ത് ചെയ്യുക, കടുക് 1 ടേബിൾ സ്പൂൺ കടുക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആ കടുക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് മൊതിച്ചെടുക്കുക. അരപ്പ് നന്നായിട്ട് അരഞ്ഞ് കടുക് അധികം മുതിയാത്ത രീതിയിൽ നമ്മളൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല മണം ഉണ്ടാവും. ഒരു കറിവേപ്പില അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കറിവേപ്പില ആ മാങ്ങ ഉപ്പിട്ട് പെറുക്കി വെച്ച മാങ്ങയിലേക്ക് കറിവേപ്പില ഇടുക. കറിവേപ്പിലേൻ്റെ ഇല ഇട്ടതിന് ശേഷം ഈ കറി വെക്കാൻ നമുക്ക് ഒരു തരത്തിലും ഗ്യാസ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗ്യാസോ അടുപ്പിലോ ഒന്നും വെക്കാതെ തന്നെ നമുക്ക് ഈ കറി ഈസി ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ തീ കത്തിക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള കറി ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തേണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആ അരപ്പ് ഒഴിക്കുകയും അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. മാങ്ങയിലെ അരപ്പ് നന്നായി പിടിക്കുന്ന തരത്തിൽ നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മൾ അങ്ങനെ വെക്കുക. ഇത് എല്ലാ മാങ്ങയിലും ഈ അരപ്പ് നന്നായി പിടിക്കണം. അതിനുശേഷം എന്താ വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ച് വെച്ച മിക്സിയിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് വീണ്ടും മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം ഒഴിച്ച് കറി കൂട്ടുന്ന ആൾക്കാർക്ക് നമുക്ക് എന്താ പറയുക, ചാറ് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് ഒന്നും കൂടി കുറച്ച് ചാറ് കിട്ടുന്ന തരത്തിൽ നമുക്ക് ഒഴിച്ച് വെക്കാവുന്നതാണ്. ഞാൻ അതിനിടയിൽ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ എടുത്തത് കുറച്ച് പുളിയുള്ള മാങ്ങയാണ്. പുളിയുള്ള മാങ്ങ നമുക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടല്ല കേട്ടോ, നമ്മൾക്ക് ടേസ്റ്റ് നോക്കുന്ന തരത്തിൽ കുറച്ചൊരു മധുരം ഉണ്ടെങ്കിൽ അത് കഴിക്കാൻ കുറച്ച് രസമായിരിക്കും. പൈനാപ്പിൾ പച്ചടിയൊക്കെ ചെയ്യണ പോലെയാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ കറി വെക്കുന്നുണ്ടാവുമായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് മാങ്ങാപ്പരക്ക് എന്നാണ് കേട്ടോ. അപ്പം ഈ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി അത് ഇളക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചിട്ട് താളിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് നമുക്ക് കുറച്ചുകൂടി ഒരിക്കലും നമുക്ക് തീ കത്തിക്കേണ്ടി വരുന്നില്ല. നമ്മൾക്ക് അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നില്ല. അടിപൊളിയായിരിക്കും ഇത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് പറയുക? ഒന്നത് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ നല്ല രസമായിരിക്കും. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.